ചില സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അപസർപ്പക കഥകളിലെ ചേരുവയെല്ലാം പോലെ ചേർത്ത് വെച്ച് അടിയന്തര പ്രമേയ അവതാരകൻ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. കേരളത്തിലെ ആരോഗ്യരംഗത്തെ പുരോഗതിയെയും നേട്ടങ്ങളെയും മറച്ചുവെക്കാൻ വേണ്ടി ബോധപൂർവമായി നടത്തുന്ന നിരന്തരമായ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വാദങ്ങളെയും നമുക്ക് കാണാനാകുന്നത്. ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുക, കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും ഒന്നും തന്നെ നാളിതുവരെ ചികിത്സക്കിടയിൽ രോഗികൾ ആരും മരിച്ചിട്ടില്ല. പ്രൈവറ്റ് ആശുപത്രികളിൽ മരിച്ചിട്ടില്ല. ഇതൊക്കെ ആവേശപൂർവ്വം പറയുമ്പോൾ UDF ഭരിച്ചൊരു കാലം കൂടി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നത് മറന്നുപോകരുത്. അന്ന് ആരോഗ്യ രംഗത്തെ നില എന്തായിരുന്നു എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം. സർ, 2015 അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് അന്നത്തെ നിയമസഭാ സാമാജികനായ G. സുധാകരൻ ഒരു ചോദ്യം ചോദിച്ചു. 2/12/2015 2015 സെപ്റ്റംബർ 15 ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിഖിൽ എന്ന വിദ്യാർത്ഥി മരണപ്പെട്ടത് ചികിത്സ ലഭിക്കാത്തതാണെന്ന് പരാതി ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ട്. ചികിത്സ കിട്ടാത്തത് കൊണ്ട് മരണപ്പെട്ട സംഭവങ്ങൾ UDFന്റെ കാലത്തായിരുന്നു എന്ന് നിങ്ങൾ മറന്നുപോകരുത്. സർ, ഇവിടെ വിളപ്പിൽശാല സംഭവത്തെക്കുറിച്ച് വളരെ വിശദീകരിച്ചല്ലോ. യഥാർത്ഥത്തിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളിലൂടെ ആ സമയവും എല്ലാം പരിശോധിച്ചാൽ ഈ പർവ്വതീകരിച്ച് പറയുന്ന വീഴ്ചകളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അന്വേഷിച്ചപ്പോൾ ഈ പേഷ്യന്റ് ആദ്യം എത്തുന്നത് 17-ാം തീയതിയാണ്, ജനുവരി 17-ാം തീയതി. അന്ന് തന്നെ അദ്ദേഹത്തെ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം പോയില്ല. അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ, കുടുംബത്തിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകാം. 19-ാം തീയതി രാത്രിയാണ് വരുന്നത്, ഏകദേശം 1:30 മണിയോടുകൂടി. സാർ, ദൃശ്യങ്ങൾ പരിശോധിക്ക്. 2 മിനിറ്റിനുള്ളിൽ അവർ ആശുപത്രിയിൽ പ്രവേശിച്ചു. വിത്തിൻ 2 മിനിറ്റ്സ് ഡോർ തുറക്കുകയാണ്. അവിടെ വന്ന് 7 മിനിറ്റ് കഴിയുമ്പോൾ ആംബുലൻസ് കയറ്റുകയാണ് ആ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി. മനുഷ്യസാധ്യമായ കാര്യങ്ങളല്ലേ നടക്കുകയുള്ളൂ. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രോഗിയെ കണ്ടു, ഡോക്ടറെ കണ്ടു, ഗുരുതരമാണ് രോഗമെന്ന് മനസ്സിലാക്കി നേരെ മെഡിക്കൽ കോളേജിലേക്കാണ്. ഇവിടെ ചിത്രീകരിക്കുന്നത് എന്നാൽ അവിടെ ആരും നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല എന്നൊക്കെ രൂപത്തിലല്ലേ. ഒരു രോഗി മരണപ്പെട്ടു പോയി. ഏത് മരണവും വേദന ഉളവാക്കുന്നതാണ്, പ്രത്യേകിച്ച് കുടുംബത്തിന്. പക്ഷെ ഇവിടെ 19-ാം തീയതി നടന്ന ഈ സംഭവത്തെ സംബന്ധിച്ച് 24-ാം തീയതി ഒരു ചാനൽ റിപ്പോർട്ട് വരുന്നതുവരെ ഒരു പരാതി ഉയർന്നു വന്നില്ല. പരാതിയൊക്കെ പറയാനുള്ള അവകാശം ആ കുടുംബത്തിന് ഏതു സമയത്തും ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ചാനൽ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടറെ കുറിച്ച് ഒന്ന് പരിശോധിക്കണം സാർ. KSUവിന്റെ പ്രമുഖ നേതാവായ ഒരു കുട്ടിയാണ്, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തുകൂടെ ചെയ്യാം. പക്ഷേ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന സമീപനമാണ് ചില മാധ്യമങ്ങൾ എടുക്കുന്നത്. ആരോഗ്യരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച് ശ്രദ്ധയാകർഷിച്ച് കേരളം മുന്നോട്ട് പോകുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എത്ര കാലമായി നിങ്ങൾ ഈ ആക്രമണം തുടങ്ങിയിട്ട്? ചാനലിലൂടെ, മാധ്യമങ്ങളിലൂടെ. അതൊക്കെ എന്താ? നാട്ടിൽ നടക്കുന്ന നേട്ടങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടിയല്ലേ? ഇവിടെ പറഞ്ഞു, കുണ്ടറ പോലും വലിയ ആശുപത്രി 100-ൽ-പരം 76 കോടിയോ മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്ക് എന്റെ കൃത്യമായ കണക്ക് ഞാൻ ഓർക്കുന്നില്ല. 8 നില കെട്ടിടം അദ്ദേഹം തന്നെ സമ്മതിച്ചാണ്. പണ്ട് UDFന്റെ കാലത്ത് ആശുപത്രിയുടെ സ്ഥിതി എന്താണ്? പൊട്ടിപ്പൊളഞ്ഞ തറ, മനുഷ്യന് കയറാൻ പറ്റില്ല, രോഗി അങ്ങോട്ട് പോകില്ല, പോയാൽ ചികിത്സയില്ല. അന്നത്തേക്ക് ഒരുപാട് പത്രവാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട് സാർ. മെഡിക്കൽ കോളേജിലെ അകത്തളങ്ങളിലെ അഴിമതികളുടെ കഥ 2012 മനോരമ റിപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും നമുക്ക് കൈവശമുണ്ട് സാർ. ഈ പറയുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും ചികിത്സാ പിഴവുകളുമൊക്കെ അരങ്ങേറിയത്
UDF കാലത്താണ് എന്ന വസ്തുത മറന്നുകൊണ്ടാണ് പറയുന്നത്. അന്ന് തസ്തികൾ നികത്താത്ത കാലം എന്ന് പറയുന്നത് UDF അന്നത്തെ മറ്റൊരു നിയമസഭാ ചോദ്യം കൂടി ഞാൻ ശ്രദ്ധപ്പെടുത്തുകയാണ്. ശ്രീ കെ അജിത്ത് ചോദിച്ചാണ് 2016 സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ എത്ര ഒഴിവുകളാണ് നിലവിലുള്ളത്, ഇതിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒഴിവുകൾ എത്ര വ്യക്തമാക്കാമോ? സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ 545 ഒഴിവുകളാണുള്ളത്. ഇതിൽ 280 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒഴിവുകൾ ഉണ്ട്. തസ്തികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തസ്തികൾ സൃഷ്ടിച്ച് നിയമനം നടത്തിയിട്ടുള്ള കാലമാണിത്. അതുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് നമുക്ക് ഉയർന്നു നിൽക്കാൻ കഴിയുന്നത്. കേരളത്തിൽ ശിശുമരണ നിരക്ക് 5, US കുറവ്. UDF കാലത്ത് ശിശുമരണ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളം. ഏറ്റവും കുറവ് മാതൃമരണമുള്ള സംസ്ഥാനമായി കേരളം മാറി. ഈ നേട്ടങ്ങൾ ആരോഗ്യരംഗത്ത് ശക്തമായ ഇടപെടലില്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളാണോ? എന്താ ഇതൊക്കെ പറയുമ്പോൾ ഇതിനെല്ലാം മറച്ചു പിടിക്കുന്നത്? ആത്മവിശ്വാസമൊക്കെ കൊള്ളാം, ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ജനവിധി വരുമ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിൽ ഈ ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് ഞങ്ങൾക്കൊരു സംശയമില്ല, ഒരു ആത്മവിശ്വാസക്കുറവുമില്ല. എന്തെല്ലാം കള്ളപ്രചാര വേലകൾ കൊണ്ടുവന്നുകൊണ്ടാണ് അധികാരം പിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വെപ്രാളപ്പെടുന്നത്. ഈ സത്യാഗ്രഹം ഇരുത്തിയേക്കുന്നതിന്റെ പിന്നിലെ കഥകൾ പോലെ ഇപ്പോ അനുദിനം പുറത്തു വന്നിരിക്കുകയല്ലേ? ആരൊക്കെയാണ് അതിന്റെ പിന്നിലെന്ന് തെളിഞ്ഞു വരികയല്ലേ? ആരൊക്കെയാണ് പോറ്റിയുടെ സുഹൃത്തുക്കൾ എന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? സർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം. കാസ്പ്, കാരുണ്യ ബെനവന്റ് ഫണ്ട്, ആരോഗ്യകിരണം എന്നിവ വഴി 5 വർഷം കൊണ്ട് 24.78 ലക്ഷം പേർക്ക് ആകെ 8425 കോടിയുടെ സൗജന്യ ചികിത്സ നൽകി. സർ, 4 വർഷം കൊണ്ട് KMCCL വഴി നൽകിയത് 3300 കോടിയിലധികം രൂപയുടെ സൗജന്യ മരുന്നുകളാണ് ഈ കേരളത്തിൽ. ഇതൊക്കെ ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട സേവനങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നതിന്റെ തെളിവല്ലേ? ഇതൊക്കെ മറച്ചു പിടിക്കാനാണ് ഈ സംഭവങ്ങൾ. എല്ലാ കാലത്തും ചികിത്സക്കിടയിലും ആശുപത്രിയിൽ വെച്ചുമൊക്കെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. UDF കാലത്ത് പ്രസവം കഴിഞ്ഞ യുവതിയുടെ വയറ്റിൽ പഞ്ഞിയും തുണിയും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുണ്ടരംഗത്തിന് നന്നായി അറിയാം. ആ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ പിഴവുകൾ വന്നാൽ തീർച്ചയായിട്ടും തിരുത്തുകയും കണ്ടെത്തുകയും ഒക്കെ വേണം. പക്ഷെ അത് ഈ കാലത്ത് നടക്കുന്ന എന്തോ മഹാസംഭവങ്ങളാണ് എന്ന രൂപത്തിൽ എടുക്കരുത്. അതുപോലെ തന്നെ ദേശീയ അന്ന് ഇതാണെന്ന് സമ്മതിച്ചാൽ കൂത്തരങ്ങായിരുന്നു. അത് മറന്നു പോകരുത്. അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു. ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ കേരളം ഒന്നാമതായത് ആരോഗ്യരംഗത്തെ മികവ് കൊണ്ടാണ്. അതുകൊണ്ട് ഈ അടിയന്തര പ്രമേയം യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉന്നയിച്ചതാണ് എന്ന് ഞാൻ പറയുകയാണ്. ശ്രീ ഡോക്ടർ മാത്യു കുഴൽനാടൻ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ ഈ സഭയിൽ വന്ന സമയം മുതൽ നിരന്തരം ടോൾ ക്ലെയിംസ് ആണ്. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി ഈ സഭയിൽ തന്നെ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു, കേരളമാണ് നമ്പർ 1, കേരളം ലോകത്തെ അമേരിക്കയിലും കടത്തി വെട്ടി നിൽക്കുക എന്നാണ് പറയുന്നത്. അതിനവർ എപ്പോഴും ഇപ്പൊ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് തൊട്ടു മുമ്പ് പ്രസംഗിച്ച മുരളി അദ്ദേഹം പറഞ്ഞില്ലേ, ഇവ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക് വളരെ കുറവാണ്, ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ ആയുർദൈർഘ്യം കേരളത്തിൽ വളരെ കൂടുതലാണ്. ഞാൻ ആരോഗ്യമന്ത്രിക്ക് ഒരു ഡോക്യുമെന്റ് തരുന്നുണ്ട്. 1913 ബ്രിട്ടീഷുകാർ എഴുതിയ ഡോക്യുമെന്റാണ്. അതിൻ്റെ അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ഉള്ളത് തിരുവിതാംകൂർ രാജ്യത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 1913 മുതലുള്ള കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇന്ന് ഏറ്റവും ഇതായിട്ട് തോന്നിയത്, നിങ്ങൾ വളരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ എത്രയോ നാളുകളായി ഈ അസംബ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാതൃമരണ നിരക്ക് കുറഞ്ഞു വരികയാണെന്ന്. ഞാൻ ഇന്ന് ഈ ഗവൺമെന്റ് ഇന്നത്തെ ദിവസം ടേബിൾ ചെയ്ത നമ്മുടെ ഇതുണ്ട്, എക്കണോമിക് റിവ്യൂ ഉണ്ട്. ആ എക്കണോമിക് റിവ്യൂവിന്റെ അധ്യായം 1 15ാമത്തെ പേജിൽ ഞാൻ 2 വരി വായിക്കാം. ഗർഭധാരണം മൂലമോ അലസൽ മൂലമോ 1 ലക്ഷം ജീവനുള്ള ജനങ്ങളിൽ എത്ര മാതൃമരണങ്ങൾ സംഭവിക്കുന്നു എന്നാണ് മാതൃമരണ നിരക്ക്. സ്ത്രീകൾക്കിടയിൽ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത പ്രതിനിധീകരിക്കാൻ MMR ഉപയോഗിക്കുന്നു. കേരളത്തിലെ MMR 2010 30 ആയിരുന്നത് 2021 19 2022 22 2023 25 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ്സ് യുവർ ഡോക്യുമെന്റ്, ഇറ്റ്സ് യുവർ സ്റ്റാറ്റിക്സ്. ഇത് ഇന്ന് ടേബിൾ ഇന്നത്തെ ദിവസം ടേബിൾ ചെയ്താണ്. മാതൃമരണ നിരക്ക് കഴിഞ്ഞ ഓരോ വർഷവും കൂടി വന്നു.
നിങ്ങൾ ഇന്ന് വരെ ഈ അസംബ്ലിയിൽ പറഞ്ഞോ? ഇന്ന് വരെ അസംബ്ലി പറഞ്ഞു നിങ്ങളുടെ ഡോക്യുമെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ ആരോഗ്യമന്ത്രി നിഷേധിക്കട്ടെ. ഇത് ഫാക്ട് അല്ലാന്ന്. വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട് ഈ സംസ്ഥാനം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ ഈ നിലയ്ക്കുള്ള ക്ലെയിംസ് ദയവ് ചെയ്ത് ആദ്യം നിർത്തുക. ആദ്യം വളരെ ജനങ്ങളെ സേവിക്കാൻ പാകത്തിന് എന്താണ് സംഭവം, എന്തെങ്കിലും തെറ്റുകുറ്റോ എന്തെങ്കിലും വീഴ്ചയോ പാലിച്ചോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ തയ്യാറാവുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഒരു 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 ആരോഗ്യ സംവിധാനത്തിൽ ഏറ്റവും ക്രിട്ടിക്കൽ എന്താണ് സാർ? ഏറ്റവും ക്രിട്ടിക്കൽ കെയറാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തില് മെഡിക്കൽ കോളേജുകളിലല്ലാതെ ഒരു ജില്ലാ ആശുപത്രിയിലോ താലൂക്ക് ആശുപത്രിയിലോ എവിടെയും 24 hours ക്രിട്ടിക്കൽ കെയർ ഇല്ല. 24 hours ക്രിട്ടിക്കൽ കെയർ ഇല്ല. നിങ്ങൾക്ക് വേണം എനിക്ക് ഉണ്ടെന്ന് പറയാം, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ വേണം. ഇനി നിങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ 6000-ലധികം ഡോക്ടർമാർ ആരോഗ്യ വകുപ്പിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6013 എത്രയെങ്കിലും ആട്ടെ, 6000 ചില്ലാനും ഡോക്ടർമാരുണ്ട്. അതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാര് ടു മൈ നോളജ് കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നത് 20 പേരാണ്. 20 പേര്. ഇപ്പൊ വീണ്ടും ഈ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് 30 പേരെ കൂടി ആഡ് ചെയ്ത് ആകെ 50 സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ആണ് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിലുള്ളത്. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇനിയിപ്പോ മന്ത്രിയല്ലോ ചികിത്സിക്കുന്നത്, മന്ത്രി കുറ്റം പറയാൻ പറ്റില്ല. മന്ത്രി ഡോക്ടർമാരാണ് ചികിത്സ നടത്തുന്നത്, ഡോക്ടർമാരുടെ പിഴവാണ്, ഈ കാര്യങ്ങളെല്ലാം പറയാം. ഇപ്പൊ മുരളി സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ UDF-ന്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചു. സാർ അധികം ദൂരമൊന്നുമില്ല. ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ദേവി എന്ന് പറഞ്ഞ സ്ത്രീ പ്രസവത്തിന് പോയി. അവര് സുഖപ്രസവമായിരുന്നു. അതിനുശേഷം അവർക്ക് തീവ്രമായ വേദനയും ദുർഗന്ധമൊക്കെ അനുഭവപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയി കണ്ട് ഒരു കുഴപ്പമില്ല, വെള്ളം കുടിക്കാൻ പറഞ്ഞ് തിരിച്ചു വിട്ടു. 75 ദിവസം കഴിഞ്ഞപ്പോൾ ദുർഗന്ധം വമിക്കുന്ന തുണി അവരുടെ നിന്ന് പുറത്തു വന്നു. നിങ്ങൾ ഈ പ്രസംഗിക്കുമ്പോ UDF-ന്റെ കാലത്ത് ഇതായിരുന്നു പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന December 26 സംഭവം നിങ്ങളൊന്ന് അന്വേഷിക്കുക. നിങ്ങളിങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ട് ഇനിയിപ്പോ ചികിത്സയും പിഴവും ഒക്കെ ഡോക്ടർമാരെയാണ്. ഞാൻ ഒരു കാര്യം എല്ലാ MLA-മാർക്കും വേണ്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി മിനിസ്റ്ററുടെ എഫിഷ്യൻസി ഭയങ്കരമായ അഡ്മിനിസ്ട്രേഷൻ ആണെന്നാണല്ലോ പറയുന്നത്. സാർ 2021-22 MLA ഫണ്ടിൽ നിന്നും 4 കോടി വീതം നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പിടിച്ചില്ലേ? അന്ന് നിങ്ങൾ പറഞ്ഞത് എന്താ? അന്ന് നിങ്ങളുടെ ഇതുപോലെ തന്നെയുള്ള ടോൾ ക്ലെയിം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ലിൻഡോ ചോദിച്ചു പറഞ്ഞു. ചോദ്യം ഇതാണ്, സാമ്പത്തിക വർഷം നിയോജകമണ്ഡലത്തിൽ ആസ്തി 4 കോടി രൂപ പിടിച്ച് ആരോഗ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് വിശദമാക്കാവും. സർക്കാർ ഉത്തരവാദിത്തം കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് 140 മണ്ഡലങ്ങളിൽ ആരോഗ്യ കിഫ്ബി MLA സംയുക്തമായി അനുയോഗിച്ചുകൊണ്ട് 10 കിടക്കകൾ ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം ഇതിന് മറുപടി പറയുമ്പോൾ അങ്ങ് ദയവ് ചെയ്ത് പറയണം, എത്ര ഐസൊലേഷൻ വാർഡ് ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത്? 2020 പൈസ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. MLA ഫണ്ടിൽ 4 കോടി വീതം 140 MLA-മാരും പൈസ കൈ കിട്ടിയതല്ലേ? How many isolation wards are working in the state now? അതാണ് മിനിസ്റ്ററുടെ എഫിഷ്യൻസി പറയേണ്ടത്. ഞാൻ അധികം സമയമില്ലാതെ നീട്ടി പോകുന്നില്ല സാർ. നമ്മള് ആരോഗ്യ രംഗത്ത് ചികിത്സ മാത്രമല്ലല്ലോ, രോഗം വരാതെ പ്രതിരോധം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലെയിം പറയാം. ഇന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യത്തിൽ, പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ കേരളം ഏറ്റവും മുൻപന്തിയിലാണ്, ഏറ്റവും മുകളിലാണ്. സാർ വളരെ അലാമിംഗ് ആണ് സാർ. ഈ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇനിയിപ്പോ നിങ്ങൾ പറയുന്നുള്ളൂ, നിങ്ങളുടെ എല്ലാ പറയുന്ന കണക്കുകൾ ഇങ്ങനെയാണല്ലോ. UDF-ന്റെ കാലത്ത് അങ്ങനെയാണ്, ഇങ്ങനെയായിരുന്നു. 2015 കണക്ക് എൻ്റെ കയ്യിലുണ്ട്. 2015 ഡെങ്കു വന്ന് മരിച്ചവരുടെ എണ്ണം 29 ആയിരുന്നെങ്കിൽ 2026 ഡെങ്കു വന്ന് മരിച്ചവരുടെ എണ്ണം 56 ആണ്. നമ്മൾ എണ്ണം മെച്ചപ്പെടുകയാണല്ലോ എന്ന് പറയാലോ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ലെപ്റ്റോസ്പൈറോസിസിൽ മരിച്ചവരുടെ എണ്ണം അന്ന് 43 ആയിരുന്നു സാർ 2015. 2026 ആയപ്പോൾ മികച്ച നമ്പർ 1ലേക്ക് പോയതുകൊണ്ട് 223 പേര് മരിച്ചിട്ടുണ്ട്. ദിസ് ഓൾ ഒഫീഷ്യൽ ഡേറ്റ, ഒഫീഷ്യൽ റെക്കോർഡ്സ്. ഹെപ്പറ്റൈറ്റിസ് എയില് 2015 പിന്നെ മുരളിയേട്ടൻ പറഞ്ഞപ്പോൾ ഇപ്പൊ UDF-ന്റെ കാലത്ത് എത്രയാണെന്ന് അറിയാൻ താല്പര്യമുള്ളതാണ് ഈ പറഞ്ഞത്. ഹെപ്പറ്റൈറ്റിസ് എയില് 10 പേര് മരിച്ചപ്പോ ഹെപ്പറ്റൈറ്റിസ് എയില് 2026 ആയപ്പോ നമ്പർ 1 കേരളത്തില് 69 പേരാണ് സാർ മരിച്ചത്. ചികിത്സാ സംവിധാനങ്ങളും സാധ്യതകളും ഒക്കെ വർദ്ധിച്ചു വരികയാണല്ലോ. ഇനിയിപ്പോ ഇതുപോലെ ഓരോന്ന് ഇനിയിപ്പോ ഞാൻ വേറൊരു കാര്യം പറയാം സാർ. ഇന്നിപ്പോ 2026 തുടങ്ങിയിട്ട് 26 ദിവസമായിട്ട് ഈ 26 ദിവസത്തിനകത്ത് ഡെങ്കു ഫീവർ വന്ന് 4 പേര് ഇതിനോടകം മരിച്ചു. ലെപ്റ്റോസ്പൈറോസിൽ 2 പേര് മരിച്ചു. ഹെപ്പറ്റൈറ്റിസ് എയില് 4 പേര് മരിച്ചു. റാബിസ് അതായത് പേപ്പട്ടി വിഷബാധ വന്ന 2 പേരെ ഐഡന്റിഫൈ ചെയ്ത് അവർ 2 പേരും മരിച്ചു. ഇനി ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തില് ഇതിനോടകം 26 ദിവസത്തിനകത്ത് കേരളത്തിൽ 6 പേര് മരിച്ചു. ഇതാണ് നമ്മൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. സർ നമുക്ക് ഇതെല്ലാം പറയാം. ഞങ്ങളിപ്പോ അടച്ച് കുറ്റം പറയാൻ വേണ്ടി പറയുന്നില്ല. ആരോഗ്യ മേഖല
കേരളത്തിന് ഏറ്റവും അഭിമാനമായിരുന്ന ഒരു മേഖലയാണ്. ഇപ്പോ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു അനുഭവം എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ എന്നെ ഒരു വിളിച്ച് വളരെ വൈൽഡായിട്ട് എന്നോട് പറഞ്ഞു, സാർ ഇവിടം വരെ വരണം സാർ, സാർ അഴിമതിക്കെതിരെയൊക്കെ വലിയ പോരാട്ടം നടത്തുന്ന ആളാണ്, സാറിന് ഇത് ചോദ്യം ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ സാർ ഇവിടം വരെ ഒന്ന് വാ, കാർ കേൾക്കാം. വളരെ വയലന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം 4 വർഷം മുമ്പ് ആ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തിന്റെ കാർഡ് വെച്ച് ചികിത്സിച്ചാണ്. ഇപ്പൊ ആ കാർഡ് വെച്ച് ചികിത്സിക്കാൻ ചെന്നപ്പോ പൈസ അടയ്ക്കാൻ പറഞ്ഞു. ഇവര് അഴിമതി, പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തിന് അറിയാം, പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. സാർ, ഞാൻ ഈ കാർഡ് കൊണ്ട് ഇവിടെ ചികിത്സിച്ച എന്നെ ഇപ്പൊ ഈ സ്ത്രീ എന്നോട് പൈസ അടയ്ക്കാൻ പറയാണ്, സാർ ഈ അഴിമതി ചോദ്യം ചെയ്യണമെന്ന് അവർ പറയണം. കാര്യമില്ല സാർ, ഈ കാസ്പിൽ നിന്നും നിങ്ങൾ പൈസ അടയ്ക്കാത്തതുകൊണ്ട് ആയിരക്കണക്കിന് ആശുപത്രികൾ പിൻവാങ്ങി. ഇവിടത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു ചികിത്സാ സൗകര്യം ഇല്ലാതായി. അതെല്ലാം നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഎഫിഷ്യൻസിയാണ്. നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഎഫിഷ്യൻസി അഡ്മിറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ഈ അഹങ്കാരം ഒന്ന് അവസാനിപ്പിക്കണം. ഈ അട്ടഹാസവും ഈ ഇതൊന്നും അവസാനിപ്പിക്കും. ഞാൻ യഥാർത്ഥത്തിൽ നോക്കുമ്പോ ആരോഗ്യ വകുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അഹങ്കാരവും ആക്ഷേപവുമാണ്. എപ്പോ സംസാരിച്ചാലും എന്ത് പറഞ്ഞാലും ആരെയും ആക്ഷേപിക്കാൻ ഒരു മടിയില്ല. ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളും നടന്നിട്ടുള്ള കാര്യങ്ങളും ആളുകൾ എണ്ണി പറഞ്ഞാൽ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ കഴിയാതെ വരും. പക്ഷെ അതൊരു മര്യാദ കൊണ്ട് ഞങ്ങള് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യങ്ങൾ വേളം വെക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് വിനയത്തോടു കൂടി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ഉൾക്കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നന്നാക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ വിധി എഴുതട്ടെ. ശ്രീ കെ വിജയൻ, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, നമ്മുടെ കേരളത്തിലെ ചികിത്സാ സംവിധാനം ഏറെ മെച്ചപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ എനിക്ക് മുമ്പ് സംസാരിച്ച അംഗം ശ്രീ മാത്യു കുഴൽനാടൻ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ആകെ തകർന്നു തരിപ്പണമായി എന്ന രീതിയിലൊരു വിഷയം ഈ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് കേരളീയ സമൂഹത്തിന് ഭൂഷണമാണോ, വസ്തുതമായി യാഥാർത്ഥ്യവുമായി വല്ലതും യോജിക്കുന്നതാണോ? ആരെ സഹായിക്കാനാണിത്? നമ്മുടെ സർക്കാർ ആശുപത്രികൾ നേരത്തെ വന്നിരുന്നത്, അതിന്റെ കണക്കുകളെടുത്ത് പരിശോധിക്കുമ്പോൾ 15% പേരായിരുന്നെങ്കിൽ ഇന്ന് മൊത്തം ജനസംഖ്യയിൽ 50%-ലേറെ പേർ നമ്മുടെ സർക്കാർ ആശുപത്രികളാണ് ആശ്രയിക്കുന്നത് എന്നതല്ലേ യാഥാർത്ഥ്യം. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോലും, നാട്ടിലെ പാവങ്ങൾക്ക് ആശ്രയമായ ആശുപത്രികൾ പോലും, സാമ്പത്തികമായി സൗകര്യമുള്ളവർ പോലും ഇന്നെത്തുന്നത് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും മറ്റ് സർക്കാർ ആശുപത്രികളുമാണ് എന്ന കാര്യവും നാം മറക്കരുത്. ആശുപത്രി സംവിധാനങ്ങളേറെ മെച്ചപ്പെട്ടു. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ആരോഗ്യമന്ത്രി സൂചിപ്പിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഷിബു എന്ന 42 വയസ്സുകാരന്റെ ഹൃദയം എറണാകുളത്ത് ശ്രീജിത്ത് എന്ന IPS ഓഫീസറുടെ നേതൃത്വത്തിലുണ്ടാക്കിയ ഒരു സംവിധാനത്തിലൂടെ എത്തുകയും ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നത്. ആ രീതിയിലേക്ക് നമ്മുടെ ആശുപത്രി സംവിധാനങ്ങൾ മാറുമ്പോൾ അതിനെ ഒന്ന് താഴ്ത്തിക്കെട്ടുക എന്ന നിലയിലേക്ക് ഉള്ളൊരു സമീപനം ഇതിന്റെ ഭാഗത്തുണ്ട്. ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. ഏതു മരണവും നമുക്ക് ദുഃഖകരമാണ്. എവിടെയെങ്കിലും പിഴവുകൾ എന്നുള്ളത് തിരുത്തേണ്ടതാണ്. അതിനു വേണ്ടുന്ന ആരെങ്കിലും ഉത്തരവാദികളാണെങ്കിൽ ഉചിതമായ നടപടികളും സ്വീകരിക്കേണ്ടതാണ്. തുടങ്ങിയില്ല. നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന സംവിധാനങ്ങളെ കുറിച്ച് ഇന്നലെ സൂചിപ്പിച്ചു സാർ. കാത്ത് ലാബുകൾ നമ്മുടെ ജനറൽ ആശുപത്രികൾ വരുന്നു. എത്ര പാവങ്ങൾക്കാണ് ഇത് ഉപകരിക്കുന്നത്? വികസിത ചൈന ആരോഗ്യരംഗത്ത് നേടിയ നേട്ടങ്ങളോടൊപ്പം കേരളം എത്തി എന്നാണ് ഏറ്റവും ഒടുവിലത്തെ പഠന റിപ്പോർട്ട് കാണിക്കുന്നത്. ഡോക്ടർ രോഗി അനുപാതം ലോകാരോഗ്യ സംഘടന പറയുന്നതിനേക്കാൾ ഉയർന്ന രീതിയിൽ പരിപാലിച്ചു പോകാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നതല്ലേ യാഥാർത്ഥ്യം. മാറാരോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവ ലോകരാഷ്ട്രങ്ങളിൽ ജനലക്ഷങ്ങളുടെ ജീവൻ കവർന്നെടുത്തപ്പോൾ ഈ കേരളം അതിനെ എങ്ങനെ നേരിട്ടു എന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഡോക്ടർമാർ, അവിടുത്തെ പാരാമെഡിക്കൽ ജീവനക്കാർ, പൊതുസമൂഹമാകെ നിന്നുകൊണ്ട് ലോകമാകെ വിറങ്ങലിച്ചു നിന്നപ്പോൾ കോവിഡ് എന്ന മഹാമാരിയെ
മാരിയിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കാനെടുത്ത സമീപനം എത്രമാത്രം നമ്മളെ ആവേശം കൊള്ളിച്ചതാണ്. ആരും പുറത്തിറങ്ങാത്തൊരു കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് പ്ലേറ്റ് മുട്ടാൻ പറഞ്ഞ് ഒരു സാഹചര്യത്തെയാണ് അങ്ങനെ ഒരു സമീപനത്തിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ശ്രദ്ധ കൊണ്ട് കഴിഞ്ഞിരുന്നത്. രോഗമൊരു കുറ്റമല്ല സർ, അത് ദുഃഖകരമായ ഒരവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുമാണെന്ന് ഇതിനുവേണ്ടി സജ്ജരായത്. മലയാളിക്ക് മറക്കാൻ കഴിയാത്ത ഇത്തരം അനുഭവപാഠങ്ങൾ നമ്മൾ ഉള്ളപ്പോഴാണ് മൂക്കുമുറിച്ചും ശകുനം മുടക്കുന്ന പ്രതിവർഷം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പർവ്വതീകരിച്ച് രക്ഷ നേടാൻ പരിശ്രമിക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ആരോഗ്യ സംവിധാനങ്ങളുടെ ആശുപത്രികളുടെ പൊതുസ്ഥിതി എന്താണ്? സ്വന്തം ഭാര്യയുടെ മൃതശരീരം പായിൽ പൊതിഞ്ഞ് തോളിൽ വെച്ച് കരയുന്ന കുഞ്ഞിനെയും പിടിച്ച് ഗ്രാമത്തിലൂടെ ക്ഷീണിച്ച് കിതച്ച് നടന്നു പോകുന്ന ദാനാമോഞ്ചിമാരുടെ ഇന്ത്യയിലാണ് സർ ഈ കേരളം മികച്ചു നിൽക്കുന്നത്. മറക്കരുത്. പാവപ്പെട്ടവർക്കൊരു കീറപ്പായ പോലും ആശുപത്രി ലഭ്യമല്ലാത്ത അന്യ സംസ്ഥാനങ്ങളിൽ ആരോഗ്യരംഗത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ജനങ്ങളെ ജാതിമത വർഗ ലിംഗഭേദങ്ങളില്ലാതെ ഏറ്റവും ഉയർന്ന ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി ആരോഗ്യ മേഖല കെട്ടിപ്പടുത്ത കേരളത്തിന് തുടക്കം മുതൽ തന്നെ കൈമുതലായുള്ള കേരള മോഡൽ എന്ന ഭരണ സംവിധാനം മലയാളിക്കെന്നും അഭിമാനിക്കാവുന്നതാണ്. അടുത്ത 10 വർഷത്തിനകം കേരളത്തിൽ ജീവിത ദൈർഘ്യം ശരാശരി 80 വയസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അഭിമാനക്ഷതം? ഗർഭിണികളുടെ മരണം നിരക്ക് കുറയുന്നു എന്ന് പറയുമ്പോൾ അത് ഇവിടെയല്ല എന്ന് പറയാൻ എന്തേ ഇത്ര വ്യഗ്രത? ഈ കാര്യത്തിലും ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏറ്റവും മുന്നിലേക്ക് ആണ് കേരളം. മികവുകളുടെ ഈ പട്ടിക വായിച്ച് അന്താളിച്ചു പോയ പ്രതിപക്ഷം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതിന്റെ പ്രതികരണമായിട്ടാണ് ഇത്തരം റൂൾ 50 എല്ലാം കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആരോഗ്യരംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന കാര്യം നമുക്ക് ബോധ്യമുള്ളതാണ്. UDF ഭരിക്കുമ്പോൾ ആശുപത്രികൾ പൂട്ടിയിട്ട അനുഭവങ്ങൾ ഉണ്ടായി. മെഡിക്കൽ കോളേജുകൾ ബോർഡുകൾ മാത്രമായി. ഇത്തരം ഒരവസ്ഥയിൽ നിന്നാണ് നമ്മുടെ കേരളത്തെ ഇങ്ങനെ മാറ്റിയെടുക്കാവുന്ന ശ്രമത്തിൽ വിജയിച്ചു മുന്നോട്ട് പോകുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും എടുത്തു പരിശോധിച്ചാൽ ഇന്ന് ആശുപത്രി സംവിധാനങ്ങൾ എത്രമാത്രം മെച്ചപ്പെട്ടു. താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ലോകത്തിന് മാതൃകയായ പ്രവർത്തനം നടത്തി. അതിന്റെ ഭാഗമായാണ് ഇത്തരം പകർച്ചവ്യാധികളെ എല്ലാം തടയുന്ന തരത്തിലേക്ക് മാറാനും ഉള്ള സംവിധാനങ്ങളും അതിനനുസൃതമായ മാറ്റങ്ങൾ വരുത്താനും കഴിഞ്ഞത്. ഡോക്ടർ നേരത്തെ ചോദിച്ചുകൊണ്ട് ഡോക്ടർ സർ, നേരത്തെ വേണുവിന്റെ മരണത്തെക്കുറിച്ച് നമ്മളിവിടെ ചർച്ചയുണ്ടായി. ശ്രീ വേണു ചവറ മണ്ഡലത്തിലെ പന്മന പഞ്ചായത്തിൽ പന്മന മനയിൽ വാർഡിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടുകയുണ്ടായി. ആ കുറിപ്പിനകത്ത് വിശദമായിട്ടും വേണുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ അനാസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും പരിശോധിക്കേണ്ടതും കുറ്റക്കാരായവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതും മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതുമാണെന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഞാൻ സന്ദർഭവശാൽ മെഡിക്കൽ കോളേജ് അധികൃതർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. അത് ഗവൺമെന്റ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള അഭിപ്രായമായിട്ടോ അല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് അധികൃതർ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്യാതിരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വേണു അവിടെ അഡ്മിറ്റായത് 5 ദിവസം അഡ്മിറ്റായി. ഈ 5 ദിവസവും അവിടെ ഓരോ ദിവസവും ഏതാണ്ട് 16 മുതൽ 20, 30ഓളം ആൻജിയോഗ്രാം, ഇലക്റ്റീവ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് വേണുവിനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തില്ല? ഇതാണല്ലോ നമ്മുടെ സമൂഹത്തിന് മുമ്പിലുള്ള ചോദ്യം. അതല്ലെന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് അവിടെ ത്രോംബലൈസ് ചെയ്തില്ല? അവിടെ സാഹചര്യം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു? ഇതല്ലേ ചോദ്യം. അപ്പൊ ഈ വന്ന ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇതൊന്നും വ്യക്തമല്ല.
അവ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വീണ്ടും അന്വേഷണത്തിനായിട്ട് വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നത്. ഈ മരണം കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 10ഓളം അതിലേറെ തവണ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടും അതുപോലെ ബന്ധപ്പെട്ട സൂപ്രണ്ടുമായിട്ടും DMEയുമായിട്ടും ഒക്കെ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്. കുടുംബത്തിന് നീതി ലഭിക്കണം, ആവശ്യത്തിനുള്ള സഹായം, ഇതെല്ലാം പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. പക്ഷേ ഇതിനെതിരെ ഈ ഒരു സംഭവത്തെ ഒരു വ്യക്തിക്കെതിരെയോ ഒരു MLAക്കെതിരെയോ ഒരു സർക്കാരിനെതിരെയോ തിരിച്ചുവിടാൻ നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായിട്ടും അത് വേണുവിന്റെ കുടുംബത്തിന് ലഭിക്കേണ്ട നീതി അത് വൈകിപ്പിക്കും. മാത്രമല്ല അതിന്റെ ഫോക്കസും നഷ്ടപ്പെടുമെന്നാണ് ഇത്തരണത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇത്തരണത്തില് എനിക്ക് ആവർത്തിച്ച് ഈ സഭയോട് പറയുവാനുള്ളത്, വേണുവിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് എന്ത് നൽകിയാലും പരിഹരിക്കാൻ പറ്റുന്നതല്ല. വേണുവിനെ നിരന്തരം ഓരോ ആവശ്യങ്ങൾക്കും ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ മുഖത്തിൽ കണ്ടിട്ടില്ലെങ്കിലും എന്നോട് ഫോണിലൂടെ സംസാരിച്ചിട്ടുള്ള പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചിട്ടുള്ള മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ വഴങ്ങിയത്. സ്പീക്കർ പറയുന്നത് അനുസരിക്കൂ, പ്രസംഗം നീട്ടില്ല. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തിന് വഴങ്ങിയത് എന്നുകൂടി സ്പീക്കറെ അറിയിക്കുകയാണ്. ഏതായാലും നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ എല്ലാവരും അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്, MLAമാർ ഉൾപ്പെടെ എല്ലാവരും തന്നെ. ഇവിടെ ഏതായാലും ഇങ്ങനൊരു അടിയന്തര പ്രമേയത്തിലൂടെ ഉന്നയിച്ച് കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന സമീപനത്തോട് യോജിപ്പില്ല. അതുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം ഈ കാര്യത്തിൽ വേണ്ടിയിരുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാനൊരു പ്രസംഗം അവസാനിപ്പിക്കും. ശ്രീ പി ഉബൈദുള്ള, അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സർ, വിളപ്പിൽശാല ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ ബിസ്മീർ എന്ന യുവാവ് മരണപ്പെടാൻ ഇടയായ സാഹചര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശ്രീ PC വിശ്വനാഥ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കണം സർ. സർ, ഇത് കേരളത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പൊ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അണുബാധയേറ്റാണ് സർ ഒരു യുവതി ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസ് ചെയ്യുന്നതിനിടെയാണ് അണുബാധയേറ്റ് 2 ആളുകൾ മരണപ്പെട്ടത്. ഇപ്പൊ ബഹുമാനപ്പെട്ട ചവറ MLA ഇവിടെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ തന്നെ മണ്ഡലത്തിൽ പന്മന സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വേണു ചികിത്സ ലഭിക്കാതെയാണ് സർ മരണപ്പെട്ടത്. ഇങ്ങനെ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടവരുടെ എണ്ണം കൂടി വരുന്നു. ചികിത്സ പിഴവ് മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് സർ. ഇവിടെ ഇപ്പൊ നമ്മുടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു വർഷത്തിനിടെ 62 പേരാണ് സർ മരണപ്പെട്ടത്. ഒരു പ്രതിരോധ നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ല സർ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് സർജറിക്ക് ശേഷം ഗൈഡ് വയർ നെഞ്ചിനകത്താണ് സർ വെച്ചത്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ചികിത്സക്കെത്തിയ യുവതിയുടെ ശരീരത്തിൽ 2.5 മാസത്തിന് ശേഷമാണ് സർ തുണിക്കഷ്ണം കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറിക്ക് ശേഷം കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചതാണ് സർ. 12 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയുമുള്ള കത്രിക 5 വർഷം കഴിഞ്ഞാണ് സർ 3 സിസേറിയന് ശേഷം ഒരു മേജർ ഓപ്പറേഷനിലൂടെ ഇപ്പോ പുറത്തെടുത്തത് സർ. എന്താത്ര ഭയാനകൾ സർ, എത്രമാത്രം വേദന ആ സഹോദരി സഹിച്ചു കാണും സർ. എന്നിട്ടോ 5 വർഷക്കാലം ഒരു കത്രിക വയറ്റിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഇത്രയധികം വേദന സഹിച്ചിട്ട് ഒരു 4 പൈസയുടെ നഷ്ടപരിഹാരം ഗവൺമെന്റ് കൊടുത്തില്ല സർ. ഇന്ന് ഇവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം നടക്കുകയാണ് സർ. കാൽമുട്ടിന് സർജറിക്ക് പോയാൽ മൂക്കിനാണ് സർ സർജറി, ഇടതുകാലം സർജറിക്ക് പോയാൽ വലതുകാലിനാണ് സർ സർജറി. ഇതൊക്കെ നിത്യ സംഭവമാണ് സർ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സക്ക് പോയ ഒരു കുട്ടി, 4ാം ക്ലാസ്സുകാരനായ കുട്ടിയുടെ ഒരു വിരല് വലം കൈയാണ് നഷ്ടപ്പെട്ടത്. ഒരു വിരലല്ല, ചികിത്സാ പിഴവ് മൂലം 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ വലത് കൈ നഷ്ടപ്പെട്ടു. അപ്പൊ ഇത് കേരളത്തിൽ നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സംഭവങ്ങളുടെ നീണ്ട പട്ടിക ഇവിടെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പട്ടിക പരിശോധിക്കണമെങ്കിൽ മന്ത്രി റിപ്പോർട്ട് തേടിയ സംഭവങ്ങൾ എത്രയുണ്ട് എന്ന് മന്ത്രി പരിശോധിച്ചാൽ മതി. റിപ്പോർട്ട് തേടി എന്ന് പറയാറുണ്ട്, ഒരു റിപ്പോർട്ടും ഇതുവരെ വെളിച്ചം കെട്ടില്ല സർ. ഒരു സംഭവം ഉണ്ടായാൽ റിപ്പോർട്ട് തേടാം, പക്ഷെ ആ റിപ്പോർട്ട് ഏതൊക്കെ റിപ്പോർട്ട് തേടി, എന്ത് ആക്ഷൻ ഉണ്ടായി,
പിന്നെ ഈ സംഭവങ്ങൾ ആവർത്തിക്കാൻ നടപടി ഉണ്ടാകും. ഒന്നും ഉണ്ടായില്ല. ഈ സംഭവങ്ങൾ മന്ത്രി റിപ്പോർട്ട് തേടിയ ശേഷം തുടർന്നുകൊണ്ടേയിരിക്കുക സർ. ഇവിടെ നമുക്ക് സംശയം, ഇപ്പോ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞാൽ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഒന്ന് പുറത്തു വെക്കരുത് എന്ന നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് കൊടുത്തിട്ടുണ്ടോ സർ? കാരണം എല്ലാ ഉപകരണങ്ങളും അകത്താ വെക്കുന്നത്, കത്രിക അകത്താ വെക്കുന്നത്, വയറകത്താ വെക്കുന്നത്, തുണിക്കഷ്ടാകത്താ വെക്കുന്നത്, ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിൽ വെക്കണം സർ. ഇങ്ങനെ നിർദ്ദേശം ആരോഗ്യവകുപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന സംശയമാണ് സർ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഇതിൽ ഈ കാര്യത്തിൽ കേരളം 1-ാം സ്ഥാനത്താവണം എന്നാണ് പരിശോധിക്കണം സർ. നമ്പർ 1 കേരളം എന്ന് നമ്മൾ പറയുമ്പോൾ ഇതാണ് ഇപ്പൊ നമ്മൾ ദിവസേന എന്നാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇത് വിശദീകരിക്കാൻ ഒരുപാടുണ്ട് സർ. ഒരുപാട് സമയം കുറഞ്ഞായതുകൊണ്ട് ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല സർ. ഇപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജ്, മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജാണ്. ആ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വിഷയങ്ങൾ നിരന്തരമായി ലത്തീഫ് MLA പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും വികസന പ്രവർത്തനം നടന്നോ? അവിടെ രാത്രികാല പോസ്റ്റ്മോർട്ടം വേണം എന്ന് നിരന്തരമായ വർഷങ്ങളായിട്ടുള്ള മുറവിളിയാണ്. ആ മുറവിളിക്ക് ശേഷം രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. എന്നിട്ട് ആ ഒരു നേരത്തെ പോസ്റ്റ്മോർട്ടത്തിനുണ്ടായ ഡോക്ടറെ സ്ഥലം മാറ്റി. അതിന് പകരം ഡോക്ടറെ കൂടി വെച്ചില്ല. എന്നിട്ട് രാത്രികാല പോസ്റ്റ്മോർട്ടം ഇല്ലാതായി. അവിടെ മോർച്ചറി സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയാണ് അദ്ദേഹം കൊടുത്തത്. ആധുനിക സൗകര്യമുള്ള മോർച്ചറി സ്വന്തം ഫണ്ടിൽ നിന്ന് കൊടുത്ത് അദ്ദേഹം അവിടെ നിർമ്മിച്ചു. എന്നിട്ടും രാത്രികാല പോസ്റ്റ്മോർട്ടം നിർത്തിവെച്ചു. ഇവിടെ കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ കാര്യം പ്രിയപ്പെട്ട എന്നെ നെല്ലിക്കുന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 2013 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്താണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് തറക്കല്ലിട്ടത്. എന്നാൽ അന്ന് കെട്ടിടം നിർമ്മിച്ചു. ഒരു കാര്യം ഇപ്പോ ഈ ഗവൺമെന്റ് വന്ന ശേഷം ഒരു നയാ പൈസ കാസർഗോഡ് മെഡിക്കൽ കോളേജിന് വേണ്ടി അനുവദിച്ചില്ല സർ. എത്ര തവണയാണ് അവിടുത്തെ MLA ഈ സബ്മിഷൻ ഇവിടെ അവതരിപ്പിച്ചത് എനിക്കറിയില്ല. എന്നിട്ട് പോലും അവഗണനയാണ് ഈ മെഡിക്കൽ കോളേജിനോട് ഈ ഗവൺമെന്റ് കാണിക്കുന്നത് സർ. ഇവിടെ സർ നമുക്ക് ആരോഗ്യ രംഗത്ത് കാര്യമായിട്ട് വേണ്ട എന്താണ്? ഡോക്ടർമാർ വേണം, ജീവനക്കാർ വേണം സർ. ഇപ്പോ അടുത്ത കാലത്തായിട്ട് ഈ പൊതുജനാരോഗ്യ സേവനങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അഭാവം രൂക്ഷമായ സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ കീഴിൽ സർക്കാർ ഉത്തരവ് നമ്പർ 436/2025 H&FLW തീയതി 23/12/2026 പ്രകാരം സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ വിവിധ വിഭാഗം ഡോക്ടർമാരുടെ 202 തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. സർ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണം ഏറ്റവും പരിമിതമായ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിൽ 4 തസ്തിക മാത്രം സർ എടുത്തത്. 202 തസ്തിക പുതുതായിട്ട് അനുവദിച്ചപ്പോ 4 തസ്തിക എന്ത് അവഗണനയാണ് സർ? മലപ്പുറം ജില്ലയിൽ ജനങ്ങൾ നികുതി കൊടുക്കുന്നവരല്ലേ? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല. 16 അംഗങ്ങളെ ഈ സഭയിലേക്ക് തെരഞ്ഞെടുത്ത ജില്ല. അവരുടെ പേര് നോക്കിയിട്ടാണോ ഈ വിഭജനം കാണിച്ചത്? ഇത് എനിക്കറിയില്ല സർ. ഏതായാലും ഈ നടപടി തിരുത്തണം. മലപ്പുറം ജില്ലയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിക്കണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ബാസ് അലി തങ്ങളും ഹമീദ് മാഷും നേതൃത്വം കൊടുക്കുന്ന ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ DM ഓഫീസിലേക്ക് മാർച്ച് നടത്തി സർ. ആ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പേര് പറ്റാത്തോണ്ടോ എന്തറിയില്ല. ഏതായിരുന്നാലും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അവിടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം നിയോജകമണ്ഡലം കമ്മിറ്റിയും ഈ ആവശ്യം ഉന്നയിച്ച് ഉപരോധ സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കേണ്ടായി. വലിയ പ്രക്ഷോഭങ്ങൾ ഈ ജില്ലക്കെതിരായി ആരോഗ്യവകുപ്പ് കാണിക്കുന്ന അവഗണനക്കെതിരായി മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് സർ. അതോടൊപ്പം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം മലപ്പുറത്തെ ജില്ലാ ആസ്ഥാനത്തെ താലൂക്ക് ആശുപത്രി. ആ താലൂക്ക് ആശുപത്രി പലതവണ മന്ത്രി നേരിട്ട് വന്ന് കണ്ടതാണ്. അവിടെ ശോചനീയാവസ്ഥയിലുള്ള പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി PMJVK പദ്ധതിയിൽ 9,72,00,000 രൂപ അനുവദിച്ചു. PMJVK പദ്ധതി അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആ പണം ഉപയോഗപ്പെടുത്താൻ ഇതുവരെ സാധ്യമായിട്ടില്ല സർ. അതിനിപ്പോ സാങ്കേതിക തടസ്സമായി പറയുന്നത് സംസ്ഥാനതല എംപവേർഡ് കമ്മിറ്റി യോഗം ചേർന്നില്ല സർ. ഈ SLEC മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടത് ആരാ? ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഈ SLEC കമ്മിറ്റി വിളിച്ചു ചേർത്ത് ആ 9,72,00,000 രൂപയുടെ കെട്ടിടം മലപ്പുറം ആശുപത്രിക്ക് പണിയുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാകണം. മന്ത്രിക്ക് ഇക്കാര്യം നേരത്തെ തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടതാണ് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മിക്കവാറും PSCകളുടെയും CSCകളുടെയും ഒക്കെ സ്ഥിതിയാണ്. ആരോഗ്യ രംഗത്ത് വലിയ പരാജയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ അനുഭവിക്കുന്നത്. ആവശ്യത്തിന് മരുന്നില്ല. അങ്ങനെയുള്ള
നിരവധി പ്രശ്നങ്ങൾ സർക്കാർ ആശുപത്രികളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പാരാമെഡിക്കൽ സ്റ്റാഫില്ല, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ എല്ലാം കൂടി ഇപ്പൊ പറയാൻ സമയക്കുറവ് കാരണം ഞാനതിനെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലുന്നത് സർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർമാരുടെ അവരുന്നയിക്കുന്ന അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ, അവരുടെ സേവന വേതന വ്യവസ്ഥകളൊക്കെ അതാത് ഘട്ടങ്ങളിൽ കാലോചിതമായി പരിഷ്കരിക്കണം സർ. അവർ സമരമുഖത്തേക്ക് പോവാറ്. ഈ ഡോക്ടർമാർ സമരരംഗത്തേക്ക് ഇറങ്ങിയാൽ അതിന്റെയും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ പൊതുജനങ്ങളായ രോഗികളാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഡോക്ടർമാർ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിസ്സഹകരണ സമരമാണ്. ആ നിസ്സഹകരണ സമരത്തിൽ മാറി ഇനി അടുത്ത മാസം മുതൽ ഡോക്ടർമാർ പൂർണ്ണമായ സമരത്തിലേക്ക് നീങ്ങാൻ പോവാണ്. ആ സമരം തുടങ്ങുന്നതിന് മുമ്പേ അവർ ഉന്നയിച്ചിട്ടുള്ള ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനും കൂടി ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈയെടുക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീ പ്രമോദ് നാരായൺ, അങ്ങേക്ക് 3 മിനിറ്റ് സംസാരിക്കാം. സർ, വാഷിംഗ്ടൺ ഇർവിങ്ങിന്റെ പ്രശസ്തമായ ചെറുകഥയിൽ നീണ്ട 20 വർഷം ഉറങ്ങിപ്പോകുന്ന ഒരു കഥാപാത്രമുണ്ട്, റിപ്മാൻ വിങ്കിൾ. ഇവിടെ 9.25 വർഷമായി ഉറങ്ങുകയോ ഉറക്കം നടിക്കുകയോ ചെയ്യുന്ന റിപ്മാൻ വിങ്കിൾമാർ സ്വന്തം നാട്ടിലേക്ക് ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ മതി. ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് അഭിമാനത്തോടെ തല ഉയർത്തി ഒന്നാമത് നിൽക്കുന്ന നാടിന്റെ പേര് കേരളം എന്ന് അഭിമാനത്തോടെ തന്നെ പറഞ്ഞു വെക്കാൻ കഴിയും. സർ, ആധുനിക കേരളം രൂപപ്പെട്ടതിന് ശേഷം ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ കേരളം ഒന്നാകെ അതിനെ കെട്ടിപ്പടുക്കാൻ നിന്നിട്ടുണ്ട്. പക്ഷെ താരതമ്യങ്ങൾ പറയുമ്പോൾ അതിൽ പൊള്ളിയിട്ട് കാര്യമില്ല സർ. സർ, UDFന്റെ കാലത്ത് ഉണ്ടായ നേട്ടങ്ങളെയും LDFന്റെ കാലത്തെ നേട്ടങ്ങളെയും ചുരുങ്ങിയ കണക്കുകൾ കൊണ്ട് നോക്കാം. ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അടിസ്ഥാന സൗകര്യ വികസനമാണ്. UDF ചെലവാക്കിയില്ല എന്നല്ല, 20,011 കോടി രൂപ UDFന്റെ കാലത്ത് ചെലവാക്കിയെങ്കിൽ LDFന്റെ കാലത്ത് ചെലവാക്കിയ തുക 51,250 കോടിയാണ് എന്നത് ആർക്കെങ്കിലും കണ്ടില്ല എന്നടിക്കാൻ കഴിയും. സർ, ജില്ലാ ആശുപത്രികളിലെ കാത്ത് ലാബ് UDFന്റെ കാലത്ത് 0. LDF വന്നപ്പോൾ 13 കാത്ത് ലാബുകൾ ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചു. മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച കാത്ത് ലാബുകളുടെ എണ്ണം 13. സർ, വൃക്ക രോഗികളുടെ എണ്ണം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു നാടാണ് കേരളം. ഡയാലിസിസിന് UDFന്റെ കാലത്ത് സൗകര്യമുണ്ടായിരുന്ന ആശുപത്രികളുടെ എണ്ണം 0. ഇന്ന് കേരളത്തിൽ സൗകര്യമുള്ള സർക്കാർ ആശുപത്രികളുടെ എണ്ണം 108. സർ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് 885, ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ 5196. സർ, നമ്മളെല്ലാം യാത്ര ചെയ്യുമ്പോൾ വഴിയോരത്ത് 40-50 ലക്ഷം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അമ്മയ്ക്കും അച്ഛനും വേണ്ടി പണം വേണമെന്ന് പറഞ്ഞ് പാട്ടുപാടുകയും കൈനീട്ടുകയും ചെയ്യുന്ന ബാല്യ കൗമാരങ്ങളെ നമുക്ക് കാണാം. അവിടെ മഹാസങ്കടങ്ങൾ കാണുന്നവരാണ് നമ്മൾ. അഭിമാനത്തോടെ പറയാം, 2022 ഫെബ്രുവരിയിൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ മെഡിക്കൽ കോളേജിന്റെ പേര് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നാണ്. ആ നാടിന്റെ പേര് കേരളം എന്നാണ്. സർ, പകർച്ചവ്യാധി പ്രതിരോധത്തിൽ നമുക്ക് കോവിഡ് നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി ചുമതലയേറ്റെടുത്തത് കോവിഡിന്റെ 2ാം തരംഗഘട്ടത്തിലാണ്. പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലേ സാർ നമുക്ക്? നിപ്പ ഔട്ട്ബ്രേക്ക്, ലോകത്താകെ നിപ്പ ഔട്ട്ബ്രേക്കിന്റെ മരണനിരക്ക് 70%-നും 90%-നും ഇടയിലാണെങ്കിൽ 33% നമുക്കിതിനെ മാറ്റി നിർത്താൻ കഴിഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം സർ 99%. ഒരു 17 വയസ്സുകാരൻ അമീബിക് മസ്തിഷ്ക ജ്വരവും ആസ്പെർജില്ലസ് ഫ്ലാവസ് രണ്ടും കൂടി ഒരുമിച്ച് വന്നു. ആ രണ്ടും കൂടി ഒരുമിച്ച് വന്ന ഒരു കുട്ടിയെ, ലോകത്താദ്യമായ ഒരാളിനെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നാടിന്റെ പേരും കേരളം എന്നാണ്. സർ, റാന്നി മണ്ഡലത്തിലെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശബരിമലയിലെ തീർത്ഥാടകർക്കായി ഈ നാടിന്റെ ചരിത്രത്തിലാദ്യമായി 8.5 കോടി രൂപയ്ക്ക് നിലയ്ക്കൽ